ആറന്മുള ക്ഷേത്രത്തിലെ ആചാര ലംഘനത്തെക്കുറിച്ച് അറിഞ്ഞത് ദേവസ്വം ബോർഡ് നൽകിയ കത്തിൽ നിന്നാണെന്ന് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട്. പരിഹാരം നിർദ്ദേശിക്കുക തന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം 24-നോട് പറഞ്ഞു. 17/9 അവിടുത്തെ ഉപദേശക സമിതിയാണ് ഇല്ലത്ത് വരികയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഒരു കത്ത് തന്നു, ആ കത്തിന് മറുപടി നൽകണം എന്ന് പറഞ്ഞു. സദ്യയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ ഷഡ്യബന്ധിതമായ ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു, അത്രയേ ഉള്ളൂ. ആരോപണത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറോടും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോടും റിപ്പോർട്ട് തേടിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് കേരളത്തിൽ ഏതാണ്ട് ഒരു 10-15ഓളം അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് പോകേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ നേതൃത്വം വഹിക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന് ഓരോ ക്ഷേത്രത്തിലെയും ആചാരങ്ങളെ സംബന്ധിച്ച് അറിവുണ്ടാകണമെന്നില്ല. എന്തെങ്കിലും ആചാരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയുടെ കത്ത് നമുക്ക് നൽകിയിട്ടെന്ന് പറഞ്ഞാൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ അതെന്താണെന്ന് ആലോചിച്ച് ബോർഡ് ഉചിതമായ നടപടിയെടുക്കും. ഒരു കാര്യം ഉറപ്പ്, മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ മന്ത്രി നിഷ്കളങ്കനാണ്. മന്ത്രി ഈ കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷയം വിവാദമാക്കുന്നത് വള്ളസദ്യ നടത്തിപ്പിൽ നിന്ന് പള്ളിയോട സേവാ സംഘത്തെ ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന് പള്ളിയോട സേവാ സംഘം പറയുന്നുണ്ട്. AV ജയശങ്കറാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് എന്താണ് ജയശങ്കർ? അതായത് ഉന്മേഷ മന്ത്രി VN വാസുവിൻ കൂടി ഉൾപ്പെട്ട ആറന്മുളയിലെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പള്ളിയോട സേവാ സംഘം അവരുടെ നിലപാട് തിരുത്തുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തന്ത്രിക്ക് കത്ത് നൽകി ഇത്തരത്തിൽ ആചാരലംഘനം ഉണ്ടായെന്നൊരു നിലപാടിൽ എത്തിച്ചത് ദേവസ്വം ബോർഡ് എന്ന തലത്തിലായിരുന്നു. പള്ളിയോട സേവാ സംഘം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ അവർ ആ പ്രതികരണം ഇല്ലെങ്കിൽ ആ നിലപാട് തിരുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിഥികൾക്ക് മാത്രമായി വള്ളസദ്യ നൽകിയത് തെറ്റാണെന്ന് തന്ത്രി പറയുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യാം. കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ വള്ളസദ്യ, ഈ അഷ്ടമിരോഹിണി വള്ളസദ്യ അല്ലെങ്കിൽ അഷ്ടരോഹിണി സദ്യ ദിനം ഇത്തരത്തിൽ ഭക്ഷണം വിളമ്പിയതെന്നാണ് അവർ വിശദീകരിക്കുന്നത്. വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സമാനമായ രീതിയിൽ കഴിഞ്ഞ വർഷവും ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയം വിവാദമാക്കുന്നത് ഈ പള്ളിയോട സേവാ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട നടത്തിപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഭാഗമാണ്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡും ക്ഷേത്രോപദേശക സമിതിയും വിഷയത്തിൽ ഗൂഢാലോചന നടത്തുന്നുവെന്നും ഈ പള്ളിയോട സേവാ സംഘം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രി നിലപാട് രാവിലെ വ്യക്തമാക്കിയതാണ്. ഈ വിഷയത്തിൽ 24-നോട് സംസാരിക്കുകയും ചെയ്തു. അതായത് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട അനുസരിച്ച് ഇങ്ങനൊരു വിഷയം നടന്നുവെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. അവർ ഈ സമയക്രമം ഉൾപ്പെടെ അറിയിച്ചുകൊണ്ട് 2 കത്തുകൾ തന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആചാരലംഘനം നടന്നുവെന്നും പരിഹാരക്രിയ ചെയ്യണമെന്നും നിർദ്ദേശിച്ചതെന്നാണ് തന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ അറിയിക്കുന്നത്. ഒപ്പം തന്നെ വിഷയത്തിൽ മന്ത്രി VN വാസുവിൻ്റെ നിലപാട് ഇതുവരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് 10,000-കണക്കിന് ക്ഷേത്രങ്ങളുള്ള ദേവസ്വം ബോർഡിന് ഇല്ലെങ്കിൽ ആ വകുപ്പിൻ്റെ മന്ത്രിക്ക് എങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലെ ആചാരം മനസ്സിലാക്കാനാകും? പൂർണ്ണമായും ഇതൊക്കെ നടത്തിപ്പ് ചുമതല ഈ പള്ളിയോട സേവാ സംഘത്തിനാണ്. അവരാണ് മന്ത്രി അങ്ങോട്ട് ക്ഷണിച്ചത്, കൊണ്ടുപോയത്, ഭക്ഷണം നൽകിയത്. മന്ത്രി എങ്ങനെ കുറ്റക്കാരനാകുന്നൊരു ചോദ്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം ബന്ധപ്പെട്ടവരോട് വിശദീകരണം ഇതിനകം തന്നെ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു മാസത്തിന് ശേഷം വീണ്ടും ഈ ശബരിമലയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലും വിവാദം പൊങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി ദേവസ്വം ബോർഡിന് നൽകിയ കത്ത് തന്നെയാണ് വീണ്ടും ഈ വിഷയം ഉയർന്നു വരാനുള്ള പ്രധാന കാരണമായി മാറിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.